ഒരു നായയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് മഹാഭാരത കഥ ആരംഭിക്കുന്നത്. കുരുക്ഷേത്രത്തിൽ ജനമേജയ രാജാവ് വലിയൊരു യാഗം നടത്തുകയാണ്. 3 പേരുണ്ട് രാജാവിന് സഹോദരന്മാർ. ഒരു ദിവസം ഒരു നായ യജ്ഞശാലയിൽ കടന്നു ചെന്നു. ജനമേജയന്റെ സഹോദരന്മാർ അവനെ തല്ലി ഓടിച്ചു. നായ കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്നു. ദേവേന്ദ്രന്റെ വളർത്തുപട്ടിയായ സരമയായിരുന്നു അവന്റെ അമ്മ. കരഞ്ഞുകൊണ്ടുവരുന്ന മകനോട് അമ്മ ചോദിച്ചു, എന്തുപറ്റി? ആരാണ് നിന്നെ അടിച്ചത്? ജനമേജയന്റെ അനുജന്മാരാണെന്ന് അവൻ പറഞ്ഞു. നീ അടി കൊള്ളാൻ തക്ക തെറ്റ് ചെയ്തിരിക്കും എന്നായി അമ്മ. ഞാൻ നിവേദ്യം നോക്കിയിട്ടുമില്ല നക്കിയിട്ടുമില്ല എന്നവൻ സത്യം ചെയ്തു. കുപിതയായ സരമ മകനെയും കൂട്ടി യാഗശാലയിലേക്ക് ചെന്നു. രാജാവിന്റെയും സഹോദരന്മാരുടെയും മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പട്ടി ഉച്ചത്തിൽ ചോദിച്ചു, എന്തിനാണ് കുറ്റം ചെയ്യാത്ത എൻ്റെ മകനെ ഉപദ്രവിച്ചത്? ആരും മിണ്ടിയില്ല. സരമ കോപത്തോടെ ഇങ്ങനെ ശപിച്ചു, രാജാവേ, കുറ്റം ചെയ്യാത്തവനെ ശിക്ഷിച്ചതുകൊണ്ട് അവിചാരിതമായ ഭയം അനുഭവിക്കുവാൻ നിനക്ക് ഇടവരട്ടെ. ജനമേജയൻ വിഷണ്ണനായി. അദ്ദേഹം മഹാതപസ്വിയായ സോമശ്രവസിനെ പുരോഹിതനായി വരിച്ച് തൻ്റെ പാപം ഒഴിവാക്കുവാൻ ശ്രമിച്ചു.